പയറായി ഗൈസ്. ഒരു പയർ തോരൻ വെച്ചൊരു കഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒന്നായിട്ട് അടി പിടിച്ച് കുളമായി ഗൈസ്. ഇനി ഇതെങ്ങനെ നന്നാക്കും? വിഷമിക്കേണ്ട, ചായ മാറ്റാം. ആദ്യം ആ ഒരു പാത്രത്തിൽ എത്രത്തോളം കരി പിടിച്ചോ അത്രയും ഭാഗത്തിലായിട്ട് വെള്ളം നിറയ്ക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പുപൊടി, കുറച്ച് ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് പാത്രം കഴുകുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ്, പിന്നെ കുറച്ച് വിനീഗർ, ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് നല്ലോണം ചൂടായ ഒരു അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെറുതെ തിളച്ചാൽ മാത്രം പോരാ, തിളയ്ക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും. പാത്രം നിറച്ചുമായിട്ട് ഇങ്ങനെ പൊങ്ങി തൂക്കുന്ന വിധത്തിൽ വരും, നമ്മൾ ഈ പാല് കാച്ചിനൊക്കെ പോലെ. അപ്പോൾ അത്രയും നേരം ഇത് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അതൊന്ന് ഇറക്കി വെച്ചിട്ട് അത് തണയാനായിട്ട് കാത്തിരിക്കുക. ഒരു ഫുള്ളായിട്ട് തണയേണ്ട, നമുക്ക് കൈയിട്ടൊന്ന് കഴുകാൻ പറ്റുന്ന വിധത്തിലുള്ള അത്രയും ചൂടൊന്ന് തണഞ്ഞാൽ മതി. അങ്ങനെ തണഞ്ഞതിന് ശേഷം നമ്മൾ ഈ സ്ക്രബ്ബറില്ലേ, അങ്ങനത്തെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. അതല്ലാതെ തന്നെ നമ്മളൊരു സ്പൂണൊക്കെ ഇട്ടിട്ട് ഇളക്കുമ്പോൾ തന്നെ അത്യാവശ്യമൊക്കെ അത് പൊളിഞ്ഞ് വരുന്നുണ്ട്. ഈ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം പോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇളക്കിപ്പോരും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഗൈസ്, അതിൻ്റെ ഇടയിൽ അത് നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഒരു നാരങ്ങ, ഒരു പഴയതായ കേടായ നാരങ്ങ ഏതായാലും മതി, ആ നാരങ്ങയും കൂടി ഒരു കഷ്ണം കൂടി അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ തണയാൻ വേണ്ടി വെക്കാം. അതിന് ശേഷം ഒരു സ്ക്രബ്ബർ ഇട്ട് നല്ലോണം ഒന്ന് അരച്ചാൽ പെട്ടെന്ന് തന്നെ ഏതടി പിടിച്ച കറിയും അത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ പോയി കിട്ടുന്നതാണ്. ഇതാ ഇപ്പോൾ നമ്മൾ ഈ പാത്രം മുഴുവൻ സെറ്റായി. ഇതാ വീണ്ടും വെട്ടിത്തിളങ്ങുന്ന പാത്രം കിട്ടി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.